30 വർഷം മുമ്പ് ഈ ക്ഷേത്രം അയ്യപ്പ പഞ്ചന മന്ദിരമായിരുന്നു. പടം വെച്ച് ഭഗവാന്റെ പടം വെച്ച് CP നമ്പ്യാർ ഗോവിന്ദനാഥിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ നടന്നത്. അന്ന് ശനിയാഴ്ച ദിവസങ്ങളിൽ കണ്ഠദാനവും ഭജനയും നടത്തിയിരുന്നു. പിന്നെ ആ മണ്ഡലകാലം സമയങ്ങളിൽ അന്നദാനവും അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു 300ഓളം 400ഓളം ജനങ്ങൾ ഇവിടുന്ന് കെട്ടിനിറച്ച് പോവുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം ഇവിടെ ഈ ക്ഷേത്രം ഒന്ന് ക്ഷേത്രമാക്കി മാറ്റണമെന്ന് ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കുകയും 1994 തുടങ്ങി പണി 1997 പണി അവസാനിക്കും. 1172 പൂയ നക്ഷത്ര ദിവസം ഭഗവാന്റെ പഞ്ചലോക വിഗ്രഹം സ്ഥാപിക്കുകയും ഭഗവാന്റെ ഉപദേവതയായി ഗണപതി, നവഗ്രഹങ്ങൾ, സർപ്പ നാഗക്കാവ്, പിന്നെ ബ്രഹ്മരക്ഷസ് എന്നിവയും ഉണ്ട്. കൊല്ലത്തിൽ നടക്കുന്നത് പൂയ നക്ഷത്രം തോന്നുന്ന ഭഗവാന്റെ പരിപാടികൾ. അന്ന് 3 ദിവസത്തെ ഉത്സവവും അതിനുശേഷം ചിങ്ങമാസത്തിൽ ഉത്തരാം നക്ഷത്രം നിറപുത്തിരിയും കന്നിമാസത്തിൽ ആയില്യം പൂജ സർപ്പബലിയാണ് നടത്തി വരുന്നത്. പിന്നീട് നമ്മൾ നവരാത്രി സമയങ്ങളിൽ 9 ദിവസം പൂജയും പിന്നെ വരുന്നത് മണ്ഡല കാലങ്ങളിൽ നടക്കുന്ന പൂജയുമാണ്. ഇവിടുത്തെ ഇവിടെ ക്ഷേത്രം തന്ത്രി പറയുന്നത് പട്ടാമ്പി ആണ്ടലാടി പരമേശ്വരൻ നമ്പൂരിയാണ്. ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ വഴിപാട് ഭഗവാന്റെ വഴിപാട് നീരാഞ്ജനമാകുന്നു. പിന്നെ ഇവിടുത്തെ ക്ഷേത്ര പൂജാരി ദാമോദരൻ നമ്പൂരി എന്നാണ്. 1958 ഇത് ഭജനമഠം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് അയ്യപ്പന്റെ ഫോട്ടോ വെച്ചിട്ടാണ് പൂജയെല്ലാം നടത്തിയിരുന്നത്. അന്ന് ഭജനകൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ശനിയാഴ്ചയും ബുധനാഴ്ചയും ഭജന നടത്താറുണ്ട്. കെട്ടുനിറച്ചിട്ട് 100-300ഓളം ആൾക്കാർ ഇവിടുന്ന് തന്നെയാണ് കെട്ടുനിറച്ചിട്ട് ശബരിമലയ്ക്ക് പോകാറുള്ളത്. അതിനുശേഷം ഈ ക്ഷേത്ര വളപ്പിൽ തന്നെ ഗണപതി പ്രതിഷ്ഠ ഇവിടെ നടത്തി. CP ഗോവിന്ദൻ നമ്പ്യാർ അവരുടെ നേതൃത്വത്തിലായിരുന്നു ഭരണസമിതി ഉണ്ടായിരുന്നത്. അതിലൊരു ഗോവിന്ദൻ നായർ, രാമൻ നായർ, സാമ്പമൂർത്തി മാഷ്, P വിശ്വനാഥൻ നായർ, P ശിവശങ്കര മേനോൻ, പണ്ഡിറ്റ് ശിവരാമൻ നായർ, അപ്പു അയ്യര്, ശ്രീധരൻ നായർ, പതിയിലെ പരമേശ്വരൻ, കിഴക്കേത്തറ വിശ്വനാഥ പണിക്കർ, തെക്കും വീട്ടിൽ ഗോപി, അച്യുതൻ നായർ, ഹെഡ് മാസ്റ്റർ ശിവരാമ മേനോൻ. ഈ 14 അംഗ ആൾക്കാരും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരാണ്. 1994 സെപ്റ്റംബർ 19 തമിഴ്നാട്ടിൽ നിന്നും കൽപ്പണിക്കാർ വന്ന് ക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുകയും 1997 ജനുവരി 23 മകരം 10 പൂയ നക്ഷത്രത്തിലാണ് പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടത്തിയത്. അതിനുശേഷം എല്ലാ വർഷവും മകരമാസം പൂയനാളിലാണ് ഭഗവാന്റെ പ്രതിഷ്ഠാദിന ആറാട്ട് മഹോത്സവവും അന്നദാനവും നടത്തിയിരുന്നത്. പിന്നീട് ഇപ്പോഴത്തെ തന്ത്രി അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂരി അവരുടെ കാർമ്മികത്വത്തിലാണ് പൂജയെല്ലാം നടക്കുന്നത്. ഇവിടുത്തെ മേൽശാന്തിയുടെ പേര് ദാമോദരൻ നമ്പൂരി അവർകളാണ്. ഞാനാണ് ഇവിടുത്തെ മേൽശാന്തി. എടക്കാനം എല്ലാം GS ദാമോദരൻ നമ്പൂതിരി പേര്. നെയ്യഭിഷേകം, അരവണ, നീരാഞ്ജനം ഇവിടെ പ്രധാന വഴിപാടുകളാണ്. അകലിൽ നിന്നും
ഭക്തജനങ്ങൾ ഇവിടെ വന്ന് പോകാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഭരണസമിതി പ്രസിഡന്റ് അനിൽകുമാർ, സെക്രട്ടറി ശ്രീനാഥ്, വൈസ് പ്രസിഡന്റ് രാമദാസ്, ജോയിന്റ് സെക്രട്ടറി മറ്റേ മുരളീധരൻ, ട്രഷറർ സ്മിതേഷ്, പിന്നെ ജോയിന്റ് ട്രഷറർ കൈലാസ്, പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് അനിൽ, മറ്റേ ദാക്ഷായനി, രാജു, രാജഗോപാൽ, പിന്നെ സുരേഷ് കുമാർ. ഇങ്ങനെ 12 അംഗ കമ്മിറ്റിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. കർക്കിടക മാസത്തിൽ രാമായണ പാരായണവും സ്പെഷ്യൽ ഗണപതി ഹോമവും ഉണ്ടായിരിക്കും. സ്വാമിയെ ശരണം. ഞാൻ ഈ അമ്പലത്തിൻ്റെ പ്രസിഡന്റാണ്. എൻ്റെ പേര് അനിൽകുമാർ. ഇത് ബ്രഹ്മരസത്തിന് വേണ്ടി നിർമ്മിച്ചതാണ്. ഇത് പ്രതിഷ്ഠിച്ചിട്ടില്ല. നമ്മൾ കുംഭാഭിഷേകത്തോടുകൂടി ഇത് പ്രതിഷ്ഠിക്കും. ഞാൻ നിൽക്കുന്നത് നവഗ്രഹങ്ങളുടെ മണ്ഡപത്തിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ്. ഇതിൻ്റെ പരിപാടി മുഴുവനായിട്ടില്ല. അടുത്ത് തന്നെ മുഴുവനാകാനുള്ള പരിപാടിയിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നാഗങ്ങൾക്കുള്ള തറകളാണ്. നാഗങ്ങൾക്കുള്ള തറ ഇപ്പോൾ പുനഃപ്രതിഷ്ഠ ചെയ്യുമ്പോൾ ഈ നാഗങ്ങളെ ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ നാഗങ്ങളിലിത് പ്രതിഷ്ഠിക്കും. പുനഃപ്രതിഷ്ഠ വരുമ്പോൾ നാഗങ്ങളെ പ്രതിഷ്ഠിക്കും. ഇപ്പോൾ തറ മാത്രമേ ചെയ്ത് വെച്ചിട്ടുള്ളൂ. നമസ്കാരം. ഞങ്ങൾ ശേഖരപുരം നിവാസികളാണ്. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ താമസം. ഇത് അയ്യപ്പ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല പോസിറ്റീവ് എനർജി തരുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് അയ്യപ്പ ക്ഷേത്രം, ശേഖരപുരം അയ്യപ്പ ക്ഷേത്രം. ഇവിടെ കാലത്ത് 5:30 മണിക്കാണ് അയ്യപ്പനെ ഇത് തുറക്കുന്നത്. അത് തുറന്നു കഴിഞ്ഞാൽ പാട്ട് വയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അയ്യപ്പനെ അഭിഷേകങ്ങളും കാര്യങ്ങളും എല്ലാം നടക്കും. എന്നിട്ട് അത് അങ്ങനെ അയ്യപ്പന്റെ പ്രത്യേക വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭസ്മാഭിഷേകം, നെയ്യഭിഷേകം, അതേപോലെ തന്നെ നീരാഞ്ജനം. അയ്യപ്പന്റെ ഇടത് ഭാഗത്തായിട്ട്, അയ്യപ്പസ്വാമി ഇരിക്കുന്നതിന്റെ ഇടത് ഭാഗത്തായിട്ടാണ് ഗണപതിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെ നിത്യം തന്നെ ഗണപതി ഹോമം നടത്താറുണ്ട്. വളരെ നല്ല രീതിയിലാണ് ഇവിടുത്തെ പൂജകളൊക്കെ നടന്നു പോകുന്നത്. അതേപോലെ തന്നെ ഉത്സവ സമയങ്ങളിൽ, ഓരോരോ ഉത്സവങ്ങളിലും പ്രത്യേകിച്ച് വളരെ ഗംഭീരമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളുടെ ഒരു കൂട്ടായ്മ ഉണ്ട്. ഞങ്ങളതൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ കാര്യങ്ങളൊക്കെ ഇടും. അത് ഞങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യും. അവരവരാൽ കഴിയുന്ന വഴിപാടുകളും അവരവരാൽ കഴിയുന്ന സംഭാവനകളും ഈ ക്ഷേത്രത്തിലേക്ക് കൊടുക്കുകയും അതുപോലെ തന്നെ മുന്നേറിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായമുണ്ട്. വൈകുന്നേരം 5:30 മണിക്കാണ് നട തുറക്കുന്നത്. തുറന്നു കഴിഞ്ഞാൽ ഭക്തിഗീതങ്ങൾ, അതേപോലെ തന്നെ പൂജയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഹരിവരാസനത്തോടു കൂടിയാണ് നട അടയ്ക്കുന്നത്. ഇങ്ങനെ അമ്പലത്തിന്റെ പണികളൊക്കെ ചെറുതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും സാമ്പത്തികമായിട്ട് വളരെ പിന്നിലാണ്. എന്നാലും കമ്മിറ്റിക്കാര് അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളാലാവുന്നതും ഞങ്ങളെല്ലാവരും ഓരോരോ സംഭാവന കൊടുത്തിട്ടാണ് ഈ പണികളൊക്കെ ഒരുവിധം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടായിരുന്നു എങ്കിൽ ഇത് അറിയുന്നവരും കേൾക്കുന്നവരും വന്ന് ഭഗവാനെ തൊഴുകയും ഭഗവാന്റെ അടുത്ത് ഉള്ള വഴിപാടുകൾ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും അതിനൊരു പോസിറ്റീവ് എനർജി മാത്രമല്ല കാര്യസിദ്ധി നടക്കും എന്നുള്ളതിന് നിശേഷം ഉറപ്പ് പറയാം നമുക്ക്. അപ്പം ഇത്രയാണ് നമ്മുടെ അയ്യപ്പ സ്വാമിയെ കുറിച്ച് പറയാനുള്ളത്. ക്ഷേത്രത്തിന്റെ പരിസരത്ത് തന്നെ ഒരു വിശാലമായ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ വന്ന് അയ്യപ്പ ഭക്തന്മാർ രാവിലെ വന്ന് കുളിച്ച് ഭഗവാനെ തൊഴുതു പോകുന്നുണ്ട്. അത് വലിയൊരു ഐശ്വര്യമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്.
ഹരിഹരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. പൊന്നു 18 പടിയേ ശരണമയ്യപ്പ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ.